ഇപ്പോൾ 2 മാസം മുന്നേയും പിന്നെ ഇതുപോലൊരു അപകട മരണം അവിടെ കാരക്കോട് നടന്നിട്ടുണ്ട്. അന്ന് UDFന്റെ വാർഡാണിത്. എന്നിട്ട് UDFന്റെ വൈസ് പ്രസിഡന്റാണ് ഇവിടെയുള്ള ആള്. ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു ഒതുക്കി തീർക്കുന്ന സ്ഥിതിയിലേക്ക് പോകുന്നുണ്ട്. അത് 2 മാസം മുമ്പ് കാരക്കോട് നടന്ന സംഭവത്തിൽ അന്ന് ഈ പറഞ്ഞ അത് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തനമാണ്. അന്ന് ഈ കോൺഗ്രസുകാർ ആരും ഈ പറയുന്ന അരുൺഷാക്കത്ത് അടക്കമുള്ള ആരും ആ വീട്ടിൽ വരികയോ ഒരു അനുശോചന രേഖപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ ഇവിടെ ഇല്ലാത്തൊരു പ്രശ്നം, സാധാരണ ഇത് ഈ കമ്പി ഇങ്ങനെ വെച്ചിട്ടുള്ളത് കോൺഗ്രസ് പ്രവർത്തനമാണ്. അത് അവന് സ്ഥിരമായിട്ടുള്ള പരിപാടി ഇതാണ്. ഈ നാട്ടിൽ എല്ലാവർക്കും ഇത് അറിയാവുന്ന കേസാണ്. പക്ഷെ ആ പ്രതിനെ പിന്നെ പിടിക്കാനോ അല്ലെങ്കിൽ അതിന് വേണ്ട ശിക്ഷ കൊടുക്കാനോ പിന്നെ ഇവിടുത്തെ ഈ എന്താ പറയാ ഈ കോൺഗ്രസിന്റെ ആളുകൾ അതിന് വേണ്ടി ഒരു പ്രതികരണം ഒരു സമരം കാര്യങ്ങളൊന്നും ദൂരം നടത്തിയിട്ടില്ല. ഇതിപ്പോ തെരഞ്ഞെടുപ്പായതുകൊണ്ട് സംഭവം ഇവിടെ ഇപ്പോ എന്താ പറയാ 8:30 മണിയാകുമ്പോഴേക്കും പോലീസ് വന്ന് പ്രതികളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. UDF നിലമ്പൂർ സമരം നടത്തുന്നത് 11:30 മണിക്കാണ് റോഡ് അടയുന്നത്. അപ്പൊ സമരം ചെയ്തിട്ടല്ല പ്രതികളെ പിടിച്ചിട്ടുള്ളത്, സമരം ചെയ്യുന്നതിന് മുന്നേ പ്രതികളെ പിടിച്ചിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് തന്നെയാണ് തെരഞ്ഞെടുപ്പല്ലേ, ഈ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടാണല്ലോ ഇപ്പൊ അവരിവിടെ വന്നിട്ട് ഈ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഞാൻ 2 മാസം മുന്നേ അവിടെ മരിച്ചപ്പോ ഞാൻ അവിടെ പോയതാ, അവിടെ ഒരു കോൺഗ്രസ്സുകാരനെ ഞാൻ കണ്ടിട്ടില്ല. കോൺഗ്രസ് പ്രവർത്തനം മരിച്ചിട്ട് നല്ല പ്രവർത്തനമായിരുന്നു. ഒന്നുമില്ല, ഇതിപ്പോ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്നുള്ളത് മാത്രമേ ഇപ്പൊ നമുക്ക് അതിൽ പറയുള്ളൂ. ഇത്തരത്തിൽ മുൻപ് ഇവിടെ ഈ പ്രദേശത്ത് ഈ വിനീഷ് ഇത്തരം പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അങ്ങനെ ആള് അറിയില്ല എന്നുണ്ടെങ്കിലും ഇപ്പൊ ഇങ്ങനെ ഒരു